ഫ്ലൈറ്റുകൾ കാര്യമായി ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഫ്ലൈറ്റുകൾ, നെടുമ്പാശ്ശേരി 23 വിമാനങ്ങൾ, തിരുവനന്തപുരത്ത് 20 സർവീസുകൾ, കരിപ്പൂരിൽ പൂർണ്ണമായും സർവീസുകൾ റദ്ദാക്കി. ഡാനി പോൾ, സാരംഗ് സുധാകരൻ, CB അനുമോദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, 26ഓളം സർവീസുകൾ, അതായത് ഒരു സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇല്ല എന്നാണോ, അതോ ജിദ്ദയിലേക്ക് മറ്റുമുള്ള ചില സ്ഥലങ്ങളിലേക്ക് മാത്രമുള്ള സർവീസ് നടക്കുന്നുണ്ട് എന്നാണോ? രഞ്ജിത്ത്, ചിലയിടങ്ങളിലേക്ക്, അതായത് ഈ ഒമാൻ മേഖലയിലേക്ക് ഒമാൻ്റെ സർവീസുകൾ നടത്തുന്നുണ്ട്. ഒമാൻ മസ്കറ്റിലേക്ക് ഉള്ള സർവീസുകൾ ഒമാൻ എയർവേസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിദ്ദയിലേക്കുള്ള സർവീസുകൾ സൗദി എയർലൈൻസ് നടത്തുന്നുണ്ട്. ഈ രണ്ട് സർവീസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തടസ്സങ്ങൾ, ആ മേഖലയിൽ വ്യോമപാതയൊന്നും അടച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെയും അവർക്ക് സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതേ സർവീസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് ഗൾഫ് സെക്ടറുകളിലേക്ക് ഈ സർവീസുകളൊന്നും നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ സാരമായ രീതിയിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ രീതിയിൽ ഇവിടെ എല്ലാം തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ 23 വിമാനങ്ങൾ ഈ രീതിയിൽ തന്നെ സർവീസ് റദ്ദ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ദിവസങ്ങളിലേക്ക് വരുമ്പോഴും കൂടുതൽ സർവീസ്. നമുക്കറിയാം, കൂടുതൽ സർവീസുകൾ പുലർച്ചെ തന്നെ എത്തുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇന്നും സാരമായ രീതിയിൽ തന്നെ കൊച്ചിയിൽ നിന്നുള്ള സർവീസുകളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സൗദിയുടെയും അതോടൊപ്പം തന്നെ ഒമാൻ്റെയും ആ മേഖലയിലേക്കുള്ള സെക്ടറുകൾ, ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കുമുള്ള സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പുലർ 8 മണിക്കും അതോടൊപ്പം തന്നെ 11:30ക്കും ഉണ്ടായിരുന്ന സർവീസുകൾ ഇനി ഉച്ചയ്ക്കുള്ള ഒരു ഫ്ലൈറ്റ്, ഈ രീതിയിലുള്ള സർവീസുകൾ മാത്രമാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സർവീസ് എന്ന് പറയുന്നത് എത്തിഹാദിൻ്റെയും അതോടൊപ്പം തന്നെ സ്പൈസ് ജെറ്റിൻ്റെയും ദുബായിലേക്കുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാം തന്നെ ഈ രാത്രി ഉള്ളതാണ്. പക്ഷേ നടക്കാനുള്ള സാധ്യതകളെല്ലാം വളരെ കുറവാണ്. കാരണം അതിൻ്റെ ഒരു സമയക്രമത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അത് ചാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള അറിയിപ്പ് തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയും ചെയ്യും. ഏതായാലും വലിയ രീതിയിൽ ഈ മേഖലയിൽ ആ പ്രതിസന്ധി നിലനിൽക്കുന്നത് അത് തുടരുകയാണ്. യാതൊരു അയവും ഇതിലേക്ക് വന്നിട്ടില്ല. നമ്മൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അവിടെ ആരും തന്നെ ഈ ഡിപ്പാർച്ചർ അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കൂടുതലും ഗൾഫ് മേഖലയെ ആശ്രയിച്ച് തന്നെയായിരുന്നു കൂടുതൽ സർവീസുകൾ ഉണ്ടായിരുന്നത്. അവിടെ യാത്രക്കാരും ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഒപ്പം തന്നെയും ഈ ചിലരെങ്കിലും വന്ന് നേരിട്ട് വന്ന് അന്വേഷണം നടത്തി പോകുന്നവരുമെല്ലാം തന്നെയുണ്ട്. കാരണം പലരും പ്രതിസന്ധിയിലാണ്. അവിടെ ജോലിയും സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കുടുങ്ങിപ്പോയവർ, ലീവിന് വന്നവരുണ്ട്, അവിടേക്ക് തിരിച്ചു പോകേണ്ടവരുണ്ട്. അതോടൊപ്പം തന്നെയാണ് നാട്ടിലേക്ക് വരാനായിട്ട് ഉടങ്കാത്ത് നിൽക്കുന്ന പ്രവാസികളുണ്ട്. ഇവരെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഇത് ബാധിച്ചിരിക്കുന്നു. എപ്പോൾ ഇത് മാറും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അവസാനിക്കുക എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ഉറപ്പും തരാൻ ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. ആ ഒരു രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു. അതിൻ്റെ തുടർച്ചകൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. സാരംഗ് സുധാകരനും അനുമോദും ചേരുന്നുണ്ട്. അനുമോദ്, കരിപ്പൂരിൽ വിമാന സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായും റദ്ദാക്കിയല്ലേ? രഞ്ജിത്ത്, നമുക്കറിയാം മലബാറിലെ ഏറ്റവും അധികം പ്രവാസികൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിമാനത്താവളമാണ് കരിപ്പൂരിലേത്. ഏറ്റവും അധികം വിമാനങ്ങൾ സർവീസ് നടത്തുന്ന ഒരു വിമാനത്താവളം കൂടിയാണ്. ഇവിടെ പൂർണ്ണമായിട്ടും സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യമാണ് ഉള്ളത്. അതായത് 37 സർവീസുകളാകെ ഇന്ന് ഇവിടെ നിന്നും സർവീസ് നടത്തേണ്ടതാണ്. അത് കരിപ്പൂരിലേക്കും തിരിച്ച് കരിപ്പൂരിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് വിമാനത്താവളത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് 2 സർവീസുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസ്, മസ്കറ്റിൽ നിന്നുള്ള സലാം എയർ എന്നിവ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തിയിട്ടുള്ളത്. സലാം എയർ 5:04-നും ഫ്ലൈനാസ് 6-നുമാണ് കരിപ്പൂരിലെത്തിയത്. ഇതിൽ സലാം എയർ 6:08-ന് മസ്കറ്റിലേക്കും ഫ്ലൈനാസ് 7:27-ന് റിയാദിലേക്കും തിരിച്ചുപോയി. മറ്റൊരു വിമാനങ്ങളും ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊന്നും തന്നെ കരിപ്പൂരിലേക്ക് ഇന്ന് സർവീസ് നടത്തുന്നതിലെല്ലാം പൂർണ്ണമായും റദ്ദാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് യാത്രക്കാർ വിമാന കമ്പനികളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തണം, ആശയവിനിമയം നടത്തണമെന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ വിമാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയ ഒരവസ്ഥയുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും ഈ സർവീസുകൾ പുനരാരംഭിക്കുക എന്നുള്ളതും വിമാന കമ്പനികൾ നിശ്ചയിക്കുന്നത് പോലെ ആണ് എന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ പൂർണ്ണമായി റദ്ദാക്കിയതോടെ പ്രവാസികളുടെ വരവും പോക്കുമൊക്കെ അനിശ്ചിതത്വത്തിലാണ് ഇപ്പോൾ. ശരി അനുമോദ്. സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്തുണ്ട്. സാരംഗ്, തിരുവനന്തപുരത്ത് വേണ്ട 23ഓളം വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നലെ മിനിയാന്നുമൊക്കെ യാത്രക്കാരൊക്കെ ഒരുപാട് അവിടെ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു, ഒരു കൃത്യമായ അറിയിപ്പ് കിട്ടാതെ. 20 സർവീസുകൾ അല്ലേ? എന്താണ് ഇന്നത്തെ വിവരം?
രഞ്ജിത്ത്, ഇന്ന് 20 സർവീസുകളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. 65 സർവീസുകൾ, അതായത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 65 സർവീസുകളാണ് ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും റദ്ദ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിന് മുൻപത്തെ ദിവസം അടക്കം യാത്രക്കാർ ഈ ഒരു കൃത്യമായ വിവരം ലഭ്യമാകാത്തതിന്റെ പേരിൽ എയർപോർട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാഹചര്യമെല്ലാം കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് ആരും സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മാലിയിലേക്ക് മാത്രമാണ് ഒരു സർവീസ് നടത്തിയിരുന്നത്. അതിന് 20ഓളം സർവീസുകൾ, ഇന്നത്തെ 20 സർവീസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. 7 കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട കുവൈറ്റ് എയർവേസ് വിമാനം റദ്ദ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവിടെ 10:45 പുറപ്പെടേണ്ട ഷാർജ ഫ്ലൈറ്റും 35 പുറപ്പെടേണ്ട റിയാദ് വിമാനങ്ങളും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഗൾഫിലേക്കുള്ള ഈ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റീഷെഡ്യൂൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ടിക്കറ്റ് തുക തിരിച്ച് ലഭിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതിലൊന്നും ഒരു അനിശ്ചിതത്വം നേരിടുന്നുണ്ട്. കാരണം ഈ ഒരു സാഹചര്യം എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒപ്പം തന്നെ അത് അനിയന്ത്രിതമായി തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ യാത്ര എത്ര ദിവസം നീളുമെന്നും കൃത്യമായ ഒരു ധാരണ യാത്രക്കാർക്ക് വന്നിട്ടില്ല. പലരും റീജോയിനിങ്ങിനും വേണ്ടി മറ്റുമാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് എത്തുന്നത്. അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ നാട്ടിലേക്ക് വന്ന ആൾക്കാരും തിരിച്ചു പോകുന്ന ആൾക്കാരടക്കം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷേ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ജീവന അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സർവീസുകൾ പുനരാരംഭിക്കുന്നത് വരെ തന്നെ യാത്രക്കാർ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 20 സർവീസുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് റദ്ദ് ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെടുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ ഡൽഹിയിൽ നിന്നടക്കം റദ്ദാക്കിയിട്ടുണ്ട്. 300-ലേറെ വിമാന സർവീസുകളെ ബാധിച്ചു. യൂറോപ്പിലേക്കുള്ള റൂട്ടുകൾ ആയ ലണ്ടൻ, സൂറിച്ച്, ഫ്രാങ്ക്ഫർട്ട്, കോപ്പൻഗേഹേഗൻ, മിലാൻ, വിയന്ന എന്നീ വിമാന സർവീസുകളെയും ബാധിക്കും. ഖത്തർ എയർവേസ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. എത്തിഹാദ് എയർവേസ് അബുദാബിയിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ച പശ്ചാത്തലം കൂടി ഗൗരവതരമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.